ഇവിടെ വന്നു നോക്കുമ്പോ ഇതൊരു ലോക എന്തെന്നാ സംഭവം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ കൊല്ലം കുറച്ച് കൂടുതലാണോ നോക്കി എല്ലാ ഭാഗം നോക്കിയാലും കളിക്കുന്നതല്ലേ ഉള്ളൂ. ഏത് ഭാഗം നോക്കിയാലും ഉഷാറ് തന്നെയാ എല്ലാ ഭാഗത്തും. ഇത് കറങ്ങാൻ തുടങ്ങി. അത്രക്കും ജനങ്ങളും വാഹനവും ലൈറ്റും മൊത്തത്തിലൊരു ഉത്സവം തന്നെയാണ്. പക്ഷെ അടിപൊളി ഉത്സവം. കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നും അല്ല കേട്ടോ. കൃഷിയല്ല, വിളവെടുപ്പല്ല, പൂക്കളെ കാണിക്ക ഒന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത്, ഞാൻ വയനാട്ടുകാരിയാണല്ലോ. അപ്പോൾ വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമുണ്ട്. പുരാതന കാലം തുടങ്ങിയ ഒരു ഉത്സവമാണ്. അത് ഗോത്ര സമുദായക്കാരതാണെന്ന് പറയപ്പെടുക. പക്ഷേ ഞങ്ങളെല്ലാവരും ഉത്സവം കാണാൻ പോകും. നമുക്ക് പോവാമല്ലോ, എല്ലാ ജാതിക്കാർക്കും ഉത്സവം കാണാൻ പോവാമല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറേ പേര് വള്ളിയൂർക്കാവ് ഉത്സവമാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. കുറേ പേര് വള്ളിയൂർക്കാവ് എന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കുറേ പേര് വള്ളിയൂർക്കാവ് അറിയുക, ഉത്സവത്തിന് എത്തിപ്പെടാൻ കഴിയാത്തവരായിരിക്കും. അപ്പം ഞങ്ങൾ ഇന്ന് വള്ളിയൂർക്കാവിലേക്ക് ഉത്സവം കാണാൻ പോവുക. അവിടെ ചെന്നിട്ട് അമ്പലവും ഉത്സവവും അവിടുത്തെ എല്ലാ പരിപാടികളും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി നമുക്ക് പോവാൻ. ഉത്സവത്തിന് പോകാൻ വേണ്ടി എല്ലാ പണിയും കഴിച്ചു, ചെടിയൊക്കെ നനച്ചു, വൈകുന്നേരം കുറച്ചൊക്കെ നനക്കും, പുല്ലൊക്കെ പറിച്ച് വീടൊക്കെ വൃത്തിയാക്കി ഫുഡ് കഴിച്ച് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ മഗ്‌രിബ് കൊടുക്കുകയാണെങ്കിൽ പള്ളിക്ക് നിസ്കരിച്ചിട്ടൊക്കെ ഉത്സവം കാണാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറേ പേര് ഉത്സവക്കാരുണ്ടല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വള്ളിയൂർക്കാവ് ഉത്സവമല്ലേ, അത് ഇന്ന ജാതിക്കാരൊന്നുമില്ല. ഉത്സവം കാണാൻ എല്ലാവരും പോകും. അവിടെ പല ഈ ഉത്സവ സമയത്ത് കുറേ വിൽപ്പനയ്ക്ക് ഉണ്ടാവും, ചെടികളുണ്ടാവും, ചട്ടികളുണ്ടാവും, പുതുമകളൊക്കെ അവിടെ ഉണ്ടാവും വിൽപ്പനയ്ക്ക്. അതൊക്കെ ഒന്ന് വാങ്ങുക, അങ്ങനെ കുറേ ഉദ്ദേശം വെച്ചിട്ടാണ്. ചെറിയ മക്കൾ ചെറുതായ സമയത്ത് മക്കളെയും കൊണ്ട് പോകും. എല്ലാവരും മക്കളെയും കൊണ്ടൊക്കെ പോകും ആ ഉത്സവ സ്ഥലത്തൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ വയനാട്ടുകാരിയാകുമ്പോൾ കാണിക്കണമല്ലോ ഞാനൊന്ന്. അപ്പം ഞാൻ പോവുക, എന്നിട്ട് അവിടെ നിന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. മാനന്തവാടിയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത. ഷോർട്ടുണ്ട്, 4-5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങളിങ്ങനെ ഷോർട്ട് അടിച്ച് ഇങ്ങനെ പോകും. ഇടയ്ക്ക് കാറിൽ പോകണോ, പിന്നെ പോകുന്ന വഴിക്ക് കുഞ്ഞുവാവനെയും ഒന്ന് കാണണോ. പിന്നല്ലേ എനിക്ക് എല്ലാ മതക്കാരോടും ബഹുമാനവുമാണ്, സ്നേഹവുമാണ്. അവരുടെ ആചാരങ്ങളോടും എനിക്ക് ബഹുമാനമാണ്. അപ്പം നമ്മൾ എല്ലാത്തിനും നമ്മൾ കാണിയൊക്കെ ചെയ്യാറ്. ഞങ്ങളിപ്പം വൈകുന്നേരം പുറപ്പെട്ടെങ്കിലും ഞങ്ങൾ നേരെ പോയത് കുഞ്ഞുവാവനെ കാണാനാണ്. കണ്ട് ബാങ്ക് കൊടുത്തു അപ്പോഴേക്കും അന്നത്തെ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഞങ്ങളിനി ഉത്സവ സ്ഥലത്തേക്ക് പോവുക. രാത്രി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ലൈറ്റ് നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് വള്ളിയൂർക്കാവ് റോഡ്. മാനന്തവാടി ടൗണിൽ നിന്ന് സ്പെഷ്യൽ ബസ്സൊക്കെ വിടും കേട്ടോ. സ്പെഷ്യൽ വണ്ടിയൊക്കെ ഉണ്ട് ഉത്സവ സ്ഥലത്തേക്ക്, ഉത്സവ നഗരിയിലേക്ക് പോവുക. അപ്പം തന്നെ ഇവിടെ ബ്ലോക്കും തിരക്കും ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഇതാണ് മാനന്തവാടി ടൗണ്. നല്ല ഭംഗിയാണ് രാത്രി കാഴ്ചകൾ. ഇതാ തിരിയുന്നു ഞങ്ങൾ ആ റോട്ടിലേക്ക്. ഇവിടെ ഓരോ വളവിലും വളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടോ ആ ഡ്രസ്സ് ഇട്ടൊരു പച്ച വളണ്ടിയേഴ്സ് ഉണ്ട്. തിരക്ക് കൊണ്ടേ ഇനി അങ്ങോട്ട് തിരക്ക് കൂടും. നാളെയാണ് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഉത്സവത്തിൻ്റെ. ഇതാ ഞങ്ങൾ വന്ന് ഉത്സവ നഗരിയിലെത്തി. ഇതാ ആ കാണുന്നില്ലേ, അതാ അങ്ങ് എന്തെല്ലാം കളിക്കോപ്പുകളാണ് കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ തപ്പുന്ന എവിടെ ഇപ്പം അത് വെക്കുന്നതെന്ന് അറിയാൻ. എവിടെയും പേ പാർക്കിങ്ങും കാണുന്നില്ല. രാത്രി ആയപ്പോൾ ഭംഗിയാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഇത്തരം കാര്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടു. നമ്മൾ വേഗം നോക്കിയിട്ട് കാണുന്നുമില്ല. എന്താ പേ പാർക്കിങ് അത്? ആ നല്ല ഗേറ്റും ഇത് വെച്ചാണ്. ഇതാ പാർക്കിങ്. ഇതാ എന്താ വാഹനം വെച്ചത്, യാ റബ്ബി. പേ പാർക്കിംഗ് ആയി നമുക്ക് സുരക്ഷിതമായിട്ട് വെച്ച് പോവാം. പൈസ കൊടുത്താലെന്താ. ഞങ്ങൾ പേ പാർക്കിങ്ങിൽ വെച്ചത് അവിടെ ഞങ്ങളെ വണ്ടി വെച്ച് നോക്ക്. ബാക്കിയുള്ള വണ്ടികളൊക്കെ നോക്ക്, എത്രയാ ഭയങ്കര തിരക്ക. എത്ര അനുസരിച്ച പേ പാർക്കിങ്ങിന്? 100 രൂപയാ അല്ലേ? 100 രൂപ പേ പാർക്കിങ് കൊടുക്കണ്ട്. എന്നാലും നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് പോവാം. ഞങ്ങളങ്ങോട്ട് പോട്ടെ.
എന്താ വാഹനം കാണാൻ ഇങ്ങോട്ട് ഭയങ്കര തിരക്കിട്ടോ. സൈഡിലൂടെ എങ്ങനെ മെല്ലെ മെല്ലെ പോവുക. എന്തൊരു തിരക്കാ. ശ്രദ്ധിക്ക്. അതിൻ്റെ അടുക്ക് ഫുഡിന്റെ നല്ല സ്മെല്ലും ഉണ്ട്. മൺപാത്രം നോക്ക്. ഇതിനെന്താ വില? വെള്ളം വെള്ളം കുടിക്കാനില്ലേ? ഇതൊക്കെ പൊട്ടാത്ത സൈസാ? പാണ്ടിയാ? നോക്കട്ടെ തിരിച്ചു വരുമ്പോ. എന്താ രസല്ലേ. സംസാരങ്ങൾ കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇവിടെ ഭയങ്കര ബഹള. നോക്ക്, പലതരം കുട്ടികളെ കൊണ്ട് വന്നവർക്കൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ ഞാൻ നോക്കി കാണുന്നേ കേറുന്നൊന്നുമില്ല. അതിൻ്റെ അടുക്കൂടെ ബസ്സിൽ വരുമ്പോ അവിടെ തന്നെ ഒരു പേ പാർക്കിംഗ് കണ്ട് അവിടെ കയറ്റി കാറ്. അവിടെയും ഭയങ്കര തിരക്കാ. നോക്കുമ്പോ ഇവിടെ ഉണ്ട് നല്ല പാർക്കിംഗ്. ഇവിടെയും പേ പാർക്കിംഗ് ആണ്. ഞങ്ങളിപ്പോ വന്ന് ഇതിനാ മെയിനായിട്ട് ഞങ്ങൾ വന്നത് ഇവിടെ ഇത് കാണാനാ. നോക്ക്, യന്ത്ര ഊഞ്ഞാല്, തോണി, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. തിരക്ക്, വാഹനം. അമ്പലം അപ്പുറത്തെ സൈഡ. അവിടേക്ക് ഇവിടെ ആൾക്കാരെ തിരക്ക് മുഴുവൻ. നല്ല രസ. ഇവിടുത്തെ കളിക്കോപ്പുകളൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു. മക്കളെ കൊണ്ടുവന്നാൽ അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. കുട്ടികൾക്കുള്ളത്. ഇതൊക്കെ കുട്ടികൾക്കുള്ളത്. ഇതെന്താ സംഭവിക്കും? ഇത് വെറും ബലൂണ്ട് അങ്ങനത്തെ ആയിട്ട് ഒന്നൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റും. ബാക്ക് കാണുന്ന എന്താ അറിയോ? ബലൂൺ നിറച്ച സാധനമായി. കുട്ടികൾക്ക് തുള്ളി കളിക്കാനും എവിടെ വേദനക്കൂര ഒന്നും ചെയ്യില്ല. അല്ല അടിപൊളി. ചാടി ചാടി ഇറങ്ങാം. നോക്കി അതിന്റെ രസം. നല്ല രസം. വന്ന് നോക്കൂ, വേറൊരു കളിക്കോപ്പ്. ഇതാ ബെൽറ്റ് കണ്ടാൽ ഉറപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, കറങ്ങുന്നതാ. കുട്ടികൾക്ക് വലിയവരൊക്കെ ഉണ്ട് ഇതില്. നല്ല രസം കേട്ടോ. നോക്കി കാണാൻ. അതാ. ഓ, അങ്ങനെയാണല്ലേ. അതാ നോക്ക്, നല്ല രസമുണ്ട്. യോ, കറങ്ങിയില്ലേ. വീഴാട്ടൊക്കെ പഠിച്ചോന്. തല കറഞ്ഞട്ടോ. അതിനനുസരിച്ചുള്ള കെട്ടീന്. ഛർദിക്കാണ്ടെന്നാ ഭാഗ്യോ. നല്ല അടിപൊളി. കരയുന്നുണ്ട് കേട്ടോ ഓരോരുത്തര്. കാണാൻ പോകുന്നത് കുട്ടികൾക്കുള്ള ട്രെയിനാട്ടോ. അതാ കണ്ടോ, താറാവ് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ കറങ്ങി വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാ വരുന്നാട്ടോ. അതിന് പിന്നെ കുട്ടികളെ വലിയവരുണ്ടല്ലോ. എല്ലാ പ്രായക്കാരും ഉണ്ട് അതില്. അതാ അതാ വലിയവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉള്ളതാ. ഒരു ട്രെയിന് അതാണ് കടുപ്പം. ആ കറങ്ങുന്നതാ കടുപ്പം. ഛർദിച്ചു കേട്ടോ. ുള്ളത് നോക്ക്. അത് അതേപോലെ തന്നെ കുറച്ച് കടുപ്പം കുറച്ച് നോക്ക്. ഇതിപ്പൊ കറങ്ങണ കാണിച്ചു തരാം. നല്ല അടിപൊളി. ആള് നിറയാൻ കാത്തിക്കുക. ഈ യന്ത്രം കറങ്ങാൻ തുടങ്ങിയിട്ടോ ആളൊക്കെ ഫുള്ളായി കറങ്ങുന്നുണ്ടോ. ഇങ്ങനെ ചുറ്റി 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 മേലോട്ട് പോരാൻ തോന്നുന്നുണ്ട്. ഞാൻ കാണുന്ന നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. ഇതാ വെല്ല വെല്ല ഇങ്ങനെ വീണൊന്നും പോകൂല. നല്ല സുരക്ഷിതമായിട്ട് തന്നെ ഉള്ളത്. ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കി മെല്ലെ മെല്ലെ മേലെ കയറുകയാണ് ഇല്ലേ. അത് കറങ്ങി 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 എവിടെ എത്തി നോക്കി? മേലെത്തി. എന്ത് രസം. മേലെത്തി. വയനാട് ജില്ല മൊത്തം കാണാം മേലെ. അവർക്ക് ലൈറ്റും കാര്യവും ഒക്കെ കാണാം. അടുത്ത കുട്ടികളാ, കുഞ്ഞു മക്കളുടെ. അതാ കറങ്ങിയ റൗണ്ടിൽ കറങ്ങുന്ന. നോക്കി നോക്കി, നല്ല രസം. ഇതിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കറങ്ങാനുള്ളതാ. വിമാനത്തിന്റെ ഉള്ളില് നല്ല രസതാ. അടുത്ത തോണിയാ. തോണിയിലുള്ള ഇങ്ങനെ അങ്ങ് മേലെ വരെ
പോകും, താഴെ വന്ന് മേലെ പിന്നെയും പോകും. തോണിയാ തോണി. എല്ലാ സ്ഥലത്തുനിന്നും കരച്ചില് കേൾക്കില് നോക്ക്. യന്ത്രൂഞ്ഞാല ഇങ്ങനെ കറങ്ങി 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 നമുക്ക് കാണാം. ഇവിടെ ഫുൾ യന്ത്രങ്ങളാ, കുട്ടികൾക്ക് കളിക്കാനുണ്ടോ വലിയവർക്കും ഒക്കെ. കറങ്ങി ഇതാ കറങ്ങുന്നു. അതിനധികം ആളില്ലല്ലോ, ഒരു കുട്ടിയുള്ളൂ അനുസേ. വന്നു നോക്കുമ്പോ ഇതൊരു ലോക, എന്തെന്നാ സംഭവം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ കൊല്ലം കുറച്ചൊക്കെ കൂടുതലാണോ നോക്കി. എല്ലാ ഭാഗം നോക്കിയാലും കളിക്കുന്നതല്ലേ ഉള്ളൂ. ഏത് ഭാഗം നോക്കിയാലും ഉഷാറ് തന്നെയാ എല്ലാ ഭാഗത്തും. ഇത് കറങ്ങാൻ തുടങ്ങി. അത്രക്കും ജനങ്ങളും വാഹനവും ലൈറ്റും മൊത്തത്തിലൊരു ഉത്സവം തന്നെയാണ്. പക്ഷെ അടിപൊളി ഉത്സവം. ഇവിടുത്തെ ജനക്കൂട്ടൊന്ന് നോക്കി നോക്കി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജനക്കൂട്ടം അതല്ല ഫുൾ. എന്താ പിന്നെ വെറുതെ ചാടുക, മേലോട്ടും താഴോട്ടും ചാടുന്ന ചാടുന്ന ഒരു രസം മക്കൾക്ക്. വയനാട്ടിലെ പേര് കേട്ട ഉത്സവത്തിലെ എല്ലാം നോക്കി. ഇത് കളർഫുൾ, എന്താ കളർ ലൈറ്റ്, എന്തെല്ലാം കളറുള്ള ലൈറ്റുകളാ, വർണ്ണപ്പകിട്ടാർന്നു. കണ്ടിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന അടിപൊളി. എവിടെ നോക്കിയാലും ലൈറ്റും പാട്ടും സൗണ്ടും ഭക്ഷണവും തിരക്കും ജനങ്ങളും എല്ലാം തന്നെ. ഇത് ഞങ്ങളെ വയനാടിന്റെ സ്വന്തം ഉത്സവം. അത് മരണക്കിണറാ. ഉള്ളിൽ കേറിയിട്ട് ബൈക്കിൽ ഇങ്ങനെ കറങ്ങ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത് കാണാൻ പോകുന്നില്ല, എനിക്കതൊക്കെ പേടിയാ. നോക്ക്, അതാണ് അവിടെ കാണുന്നത്. എല്ലാം ഇവിടെ ഉണ്ട്. ഇതിൽ നോക്ക്, വേറൊരു യന്ത്ര ഊഞ്ഞാലല്ല, ഇങ്ങനെ 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 ഇങ്ങനെയായിട്ട് കറക്കിയിട്ട് അങ്ങ് വട്ടം തിരിക്കും. ആണോ, നമ്മൾ ഇരുന്നോടത്തൊന്നും അല്ല, പിന്നെ ആ സ്ഥലത്തല്ല ഉണ്ട്, കാട്ടി കറങ്ങിവിടും. അത് ഞാൻ ഒരിക്കൽ കയറിയതാ. ഈ ഉത്സവ നഗരിയിൽ ഒരു യന്ത്രൂഞ്ഞാലൊന്നും അല്ല ഉണ്ടത്. ഇതാ രണ്ടാമത്തെ, ഇതാ അതാ കറങ്ങുന്നതാണ്. അതിന്റെ ഭംഗിയൊക്കെ രണ്ടാമത്തത്. ഇവിടെ മൊത്തം ഭംഗി. യന്ത്രൂഞ്ഞാൽ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി. നോക്കിയതാ, നല്ല സ്പീഡായി. അത് കയറിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. യന്ത്രം സ്റ്റാർട്ടായി. നോക്ക്, അതിന്റെ സ്റ്റാർട്ടിങ്. അതിന്റെ അടുക്ക് എന്റെ അയൽവാസിനെയും കണ്ടു. ഇതിലുണ്ടോ? വീഡിയോ പിടിച്ചോ? മക്കളുണ്ട് പോലും അതില്. ആരൊക്കെയല്ല? മൂന്നാളുണ്ടോ? ഞങ്ങൾ കുറച്ചെല്ലാം കഴിക്കാനുള്ളത് നോക്ക് എന്തൊക്കെയാണത്. ബജ്ജി പൊരിച്ചതുണ്ട്, കോളിഫ്ലവർ ഉണ്ട്. ഇത് വേറെന്തോ അത് ഒക്കെ ചൂടുള്ളതാ. ഇത് അനുസരിച്ചതാ. ഇവിടെ വന്നിട്ട് ഒന്നും തിന്നാണ്ട് പോണ്ട. കോളിഫ്ലവറാ, ഒരു പ്ലേറ്റ് 90 രൂപയാ. തിക്കും തിരക്കുക, തള്ളലാ. തള്ളലിൻ്റെ ഇടയിലൂടെ കോളിഫ്ലവർ ഒരു പ്ലേറ്റിൽ 90 രൂപയാ. എന്നിട്ടും അത് കിട്ടാനില്ല, ഭയങ്കര തിരക്കാ അവിടെ. എന്നാ നോക്കട്ടെ ടേസ്റ്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് മാറുക കേട്ടോ. ഇവിടുത്തെ തിരക്ക് നോക്ക്. ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. കുറെ കണ്ട് കഴിക്കാണ്ടതൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവുക. ഞങ്ങൾക്ക് അമ്പലം കാണിച്ചു തരാം. കുറേ കാഴ്ചകൾ കണ്ട് കുറേ സ്ഥലമൊക്കെ പോയി. ഇനി ഞങ്ങൾക്ക് ആവൂല, ഞങ്ങൾ തിരക്കായി പോയി. അതുകൊണ്ട് ഞങ്ങൾ പോവുക. സ്റ്റോൾ അതൊക്കെ കേട്ടോ മൊത്തം. ഞങ്ങൾ നിർത്തി. അമ്പലത്തിന്റെ ഭാഗത്ത് നിന്ന് അടുക്കാനാകുന്നില്ല, തിരക്ക. സമയം തെറ്റി.
ഇവിടെയൊക്കെ കടലയൊക്കെയാ, കടലപ്പുല്ല, വാള, അങ്ങനെയുള്ള സെക്ഷൻ തന്നെയാ കേട്ടോ ഈ ഭാഗം. ഈ ഭാഗ ജ്വല്ലറി പോലെ തന്നെയാ. എന്താ ആഭരണങ്ങളാ, പലതരം ആഭരണങ്ങൾ. ഇതാ മേള എഴുതി വെച്ചിട്ട് അങ്ങോട്ട് കുറേ കാണാനുണ്ട്. അത് ഭയങ്കര സമയം വഴുകും, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെയൊക്കെ ഓരോ സ്റ്റാളുകളാ, ഏതെടുത്താലും 20, 30, 40. ഇവിടെ നോക്കും, ഇവിടെ എല്ലാം മാല, വള, കമ്മല്, മോതിരം, അങ്ങനെ കളിക്കോപ്പ് സാധനങ്ങൾ. ഞങ്ങൾ വന്ന് അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. എവിടെ അമ്പലം? എവിടെയാണ്? അതാ ആലുമരതാ, ആലുമരത്തിൻ്റെ അടുത്താ അമ്പലത്തെ അലങ്കരിച്ച് വെച്ചിരുന്നതാ. ആ ലൈറ്റ് ഉള്ളത് കേട്ടോ, അടിപൊളിയാക്കി ലൈറ്റ് ഇട്ട് വെച്ചതാ അവിടെ. അതാണ്. അതോ അല്ല, അത് അമ്പലം. ആ മേലുണ്ട്. ഇവിടെ നമ്മൾ റോട്ട് വന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ചെറുത്. വേറെ അപ്പുറം ഉണ്ടാവും. ഭയങ്കര ആലുമരം കണ്ടില്ലേ കേട്ടോ, വള്ളിയൂർക്കാവ് അമ്പലം. ഇതിന്റെ വലിയ ഇത് ചെറുതാ, വലുത് അങ്ങുണ്ട്, അപ്പുറണ്ട്. പക്ഷെ റോട്ടുമ്പോൾ ഞങ്ങൾ കാണുന്ന ഈ പരിസരത്താണ് ഉത്സവം നടക്കുന്നത്. അവിടേക്കൊന്നും പോവാൻ കഴിയില്ല. വർഷങ്ങൾ പഴക്കമുള്ള ആലാട്ടോ. നോക്ക്, ഇവിടെ ഒന്നുണ്ട്, അപ്പുറം ഒന്നുണ്ട്, രണ്ടെണ്ണുണ്ട്. കുറേ പഴക്കൾ, അത്രയും വിസ്താരനായിട്ടുണ്ട് അല്ലേ. ഇപ്പം കാണുന്നത് അമ്പലത്തേക്ക് പോകുന്ന വഴിയാട്ടോ. കണ്ടോ അവിടെ നല്ല രസം കേട്ടോ. ഏത് ഭാഗത്തും ജനക്കൂട്ട. അമ്പലത്തിലേക്കുള്ള വഴിയാണ്. അങ്ങോളം ജനങ്ങളുണ്ടല്ലോ അല്ലേ. അവിടെ നോക്കിയാ പോകുന്ന ആൾക്കാര്. അമ്പലത്തിന്റെ പേര് നോക്കി, ഗേറ്റിന്റെ മേലെ എഴുതിയത് ഇതാ, ശ്രീ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. നഗരിയിലേക്ക് ബസ് ഉണ്ട് കേട്ടോ. കണ്ട ബോർഡ്, വള്ളിയൂർക്കാവ് പനമരം റൂട്ടിനുണ്ട് സ്പെഷ്യൽ വണ്ടി. ഞങ്ങൾ പോവുക, അവിടെ നിൽക്കാൻ കഴിയില്ല, അത്രക്കും തിരക്ക്. അവിടെ ഏത് ഭാഗം നോക്കിയാലും തിരക്ക്. ഞങ്ങൾ പോവുക, കുറച്ച് താമസിച്ചൂടാ. ഇപ്പൊ റോട്ടുമലാണ്, റോഡിന് താഴെയുള്ള കാഴ്ചകളായത്. ഈ സൈഡ് അമ്പലത്തിന്റെ ഭാഗാട്ടോ, ഈ സൈഡ്. അപ്പുറത്തെ സൈഡാണ് എല്ലാ കളിക്കോപ്പും ഉള്ളത്. ഇവിടെയാണ് ഭയങ്കര തിരക്ക് കേട്ടോ. വന്നപ്പോൾ ഒരു 10% കണ്ടുള്ളൂ. ജനങ്ങളെ തിരക്ക് കൊണ്ട്, ബാഹുല്യം കൊണ്ട് നമ്മൾ നോക്ക്. അപ്പുറത്ത് കണ്ടോ, മൊത്തം കളിക്കോപ്പുകൾ. അവിടെ കുറച്ചൊക്കെ നേരം നിന്ന്, സ്റ്റോളുകൾ അപ്പുറത്തെ സൈഡ്, അവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് മൊത്തം കണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഉത്സവം നടക്കുമ്പോൾ നമ്മളൊന്ന് വന്നതാ. പക്ഷെ രാത്രി കുറേ ആയിപ്പോയി. ഞങ്ങൾ പോവുക. കളിക്കോപ്പുകൾ ഒന്നും വാങ്ങിയില്ല. വീട്ടിലെ കുട്ടികൾ വേണം. എൻ്റെ കുഞ്ഞുവാ വളർന്ന് വരട്ടെ. ഇവിടെ ഫുൾ ബേക്കറികളാ. ഇവിടെ തൊട്ട് അങ്ങോളുണ്ട്, റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ബേക്കറിയാ. എന്തെങ്കിലുമൊക്കെ കുറിക്കാനേ ഇങ്ങനെ നടക്കുമ്പോൾ. വിൽപ്പനക്ക റോസ, പലതരം കളർഫുൾ റോസ്. ഞാൻ അങ്ങോട്ട് പോയി നോക്കുക എന്തൊക്കെയുള്ളത്. ഇത് വേറെ ഒരു തരം. ഇതെന്തേക്കല്ലോ മനസ്സിലാവുന്നില്ല. ഇത് വേറെ നോക്ക്, മെലസ്ട്രോമ. അതിവിടെ വലിയൊരു മരമായിട്ട് തന്നെ ഉണ്ട്. റോസ ഭയങ്കര വലിപ്പമുള്ള അങ്ങോളുണ്ട്. ഇതാ പക്ഷെ വാങ്ങുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കണ്ടുപോകും. ഇവിടെ കാറ് കൊണ്ടുവെക്കുമ്പോൾ അത്രയധികം വണ്ടിയിലായിരുന്നു. ഇപ്പം നോക്ക് അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്. ഞങ്ങൾ കാർ എടുക്കാൻ വരുമ്പോണ്ടായ അവസ്ഥകൾ. എൻ്റെ അമ്മോ, എവിടെ നോക്കിയാ ഒരു വണ്ടി തന്നെ. എവിടെ നോക്കിയാലും ഇവിടെ തന്നെ അധികം നിൽക്കാൻ പറ്റില്ല പോലും, എടുത്ത് പോകണമെന്ന്. ഇതാണ് ഞങ്ങളെ വണ്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വേഗം വന്നത്, ഇത്ര നടന്നു, എത്ര ഏരിയ നടന്നു, എന്തെല്ലാം കാണിച്ചു തന്നു ഞങ്ങൾക്ക്.
ആരെങ്കിലുമൊക്കെ വള്ളിയൂർക്കാവ് പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുക കാണുക എന്നുള്ളവർ അവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.